ജീവിതം. മിന്നുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി, ആടി ആടി പാഠമൊക്കെ നേടിടാം, പറന്നിടാം അക്ഷരങ്ങൾ കോർത്തു നമുക്കഞ്ഞലുഞ്ഞലാടാം. മിന്നുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അംഗൻവാടി എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാം. നമ്മുടെയൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് കിൻഡർ ഗാർഡൻസുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള സാധാരണക്കാരായ കുട്ടികൾക്ക് അക്ഷരനാളം പകർന്നു നൽകുന്ന, വളരെ ചെറുപ്രായത്തിൽ അവരെ വിദ്യാലയ തിരുമുറ്റത്തേക്ക് അല്ലെങ്കിൽ വിദ്യാലയ ചിന്തകളിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു സംവിധാനമാണ് അംഗൻവാടികൾ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അടുത്തുള്ള അംഗൻവാടികളിലേക്കൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴാണ് അംഗൻവാടികളുടെ സ്ഥിതികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അവിടെ ഒരു ടീച്ചർ ഉണ്ടാവും, വളരെ ചുരുങ്ങിയ കുട്ടികളുണ്ടാവും, എല്ലാം വളരെ സാധാരണക്കാരായ ആളുകളുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അംഗൻവാടികളുടെ പരിതസ്ഥിതി ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കേണ്ടത് ജനപ്രതിനിധികളും തദ്ദേശഭരണ സംവിധാനവും അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ തന്നെയാണ്. ഈ ചാലക്കുടി നഗരസഭയിലെ 19-ാം വാർഡിലെ ഈ അനുഗ്രഹ അംഗൻവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിന് തന്നെ വലിയ മാതൃകയായിട്ടുള്ളൊരു അംഗൻവാടി കെട്ടിടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AC ഉള്ള അംഗൻവാടി കെട്ടിടം 2014 മുൻ MP PR രാജൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ അംഗൻവാടി കെട്ടിടം ഇന്ന് റിനോവേഷൻ്റെ ഭാഗമായി കൂടുതൽ മനോഹരമായിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുങ്ങുന്നത് ചുമർ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ കുറേയും കൂടി മനോഹരമായിട്ടുള്ള ഒരു അകത്തളമാണ് ഈ അംഗൻവാടി കെട്ടിടത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയ്ക്കും നഗരസഭയിലെ ഭരണാധികാരികൾക്കും പ്രത്യേകിച്ച് 19-ാം വാർഡിലെ കൗൺസിലർ CS സുരേഷ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിനുചേട്ടന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ അംഗൻവാടികളിലേക്ക് ഒരുപാട് കുട്ടികൾ വളരട്ടെ, പഠിച്ചു വളരട്ടെ. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടി കെട്ടിടങ്ങളിലേക്ക് നമ്മൾ ഇടയ്ക്ക് കടന്നു ചെല്ലണം. അവിടെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മനോഹരമാക്കേണ്ടതും ആ അംഗൻവാടി കെട്ടിടം കുട്ടികൾക്ക് പഠിക്കാനുള്ള പരിസ്ഥിതിയിലേക്ക് മാറ്റേണ്ടതൊക്കെ നമ്മുടെ കടമയാണ്. എന്തായിരുന്നാലും ഈ അംഗൻവാടി കെട്ടിടവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ തദ്ദേശഭരണ സംവിധാനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നമുക്കിതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടന്നു ചെല്ലാം. നന്ദി, നമസ്കാരം. സത്യസ്വരൂപനാം താതാ ദൈവമേ നാമിച്ചിടുന്നു, ആശ്രിതരാം ഞങ്ങളിന്നു കൈകളാൽ കൃത്യനിഷ്ഠ പാലിക്കാനും സത്യാനുഗ്രഹിച്ചയക്കണേ ജ്യോതി സ്വരൂപ. ഇന്നിവിടെ നമ്മ ചാലക്കുടി നഗരസഭയുടെ 19-ാം വാർഡിൽ 2010-15 കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള അംഗനവാടി, ആ സമയത്ത് അത് ഞങ്ങൾക്ക് ഒരു കൊട്ടാരമായിരുന്നു. അതന്ന കാലഘട്ടത്തിൽ നമുക്കത് നിർമ്മിച്ചെടുക്കാനായിട്ട് ഒരുപാട് പ്രയത്നത്തിലൂടെ അന്നത്തെ ഭരണസമിതി ഒന്നടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ ഫലമായിട്ടാണ്, ഈ പരിസരത്തെ ജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് അന്ന് ഒരുപാട് തർക്കങ്ങളും ഒരുപാട് പരാതികളും ഉണ്ടായിട്ടും നമുക്കന്ന് സാധിച്ചെടുക്കാൻ സാധിച്ചത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്ന് നിർമ്മിച്ച ആ അംഗനവാടി നമുക്ക് ചെറുതായി മാറി. അംഗനവാടി ചെറുതാന്ന് മുന്നേ ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അംഗനവാടി നല്ല വലുതായി. അപ്പോൾ വെറും 7 കുട്ടികൾ മാത്രം, ചില ടൗണോട് ചേർന്ന് നിൽക്കുന്ന അംഗനവാടിയിൽ 7 കുട്ടികൾ മാത്രമേ ഉള്ളൂ.
ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സജ്ജീകരണങ്ങളും കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി ആകെ ചുമർ ചിത്രങ്ങൾ മാത്രം വരയ്ക്കാനായിട്ടുള്ളൂ. അത് ഒരു വ്യക്തി ഏറ്റിട്ടുണ്ട്. ഇന്നും നാളെയായിട്ട് അറിയാൻ പറ്റും. കൂടുതൽ കുട്ടികളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് നമ്മൾ ഈ അംഗനവാടിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2015 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ, മുനിസിപ്പൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോഴാണ് നമ്മളിവിടെ AC എൻ്റെ പ്രിയ സുഹൃത്ത് ഷാൻ പള്ളായി AC സ്പോൺസർ ചെയ്തത്. അന്നത്തെ ചെയർമാൻ PO പൈലപ്പനാണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു AC അംഗനവാടി കേരളത്തിലെ തന്നെ അന്ന് ആദ്യമായിട്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഇവിടെ വരുന്ന ടീച്ചർമാരായാലും ഹെൽപ്പർമാരായാലും അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തി വന്നിട്ടുള്ളത്. ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഈ കെട്ടിടം പണിയുന്ന സമയത്ത് അന്നും ഞാൻ നഗരസഭ വൈസ് ചെയർമാനായിരുന്നു. ഈ കെട്ടിടം പണിയുമ്പോൾ ഉണ്ടായ പല സാങ്കേതിക കാരണങ്ങളും സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് ഒരു വികസനം നടപ്പിലാക്കിയിട്ടുള്ളത്. വികസന കാര്യത്തിൽ UDF കക്ഷി നില നോക്കാറില്ല. എവിടെയാണോ വികസനം വേണ്ടത് ആ വികസനത്തിൻ്റെ കൂടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾ അന്ന് ചെയ്തിട്ടുള്ളത്. കാരണം പല പ്രദേശങ്ങളും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സ്ഥലം കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഏറെ പ്രാധാന്യം. അംഗനവാടി, വയോജന മന്ദിരം, പഠനമുറി, അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ പണിയുക ഒരു സ്ഥലം കിട്ടുന്നു. ഈ സ്ഥലം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളതും ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം ആൾക്കാർക്കും, പ്രത്യേകിച്ച് അന്ന് വാർഡ് കൗൺസിലറായ വിനുവിനുമൊക്കെ തന്നെ അറിയാം. അതുകൊണ്ട് ഞങ്ങളൊരു വികസനത്തിന് എതിരല്ല. ഞങ്ങളൊരു വികസനം എല്ലാ ഭാഗത്തും ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ച് ഭരണത്തിലിരിക്കുന്ന ആളുകളാണ്. വീണ്ടും ഇവിടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായിട്ട് ഒരു നവീകരിച്ച അംഗനവാടി ഉണ്ടാവുക എന്നുള്ളത് വിനു വന്നപ്പോൾ തുടങ്ങിയുള്ള വിനുവിൻ്റെ ആഗ്രഹം ഈ കൗൺസിൽ ഇത് പൂർത്തീകരിക്കുകയാണ്. കേരളത്തിന് തന്നെ മാതൃകയായി ഏറ്റവും നല്ല ഒരു അംഗൻവാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബഹുമാനായ ബിനു ഇവിടെ പറഞ്ഞതുപോലെ എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം. പലതും ഇത്തരം ചിന്തകൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ചാലക്കുടി നഗരസഭയിൽ നിലവിലുള്ള 32ഓളം അംഗൻവാടികളിൽ ഒന്നിനു പോലും ഇല്ലാത്ത ഒരു പ്രത്യേകത ചാലക്കുടി 19-ാം വാർഡിലെ അംഗൻവാടിക്ക് PR രാജൻ മെമ്മോറിയലായി നടത്തുന്ന ഈ അംഗൻവാടിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു വാർഡ് കൗൺസിലർ എന്ന് വേണം അതിനെക്കുറിച്ച് പറയാൻ.